അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. DNA പരിശോധനാ ഫലം വന്നിരിക്കുന്നു എന്നാണ് അറിയുന്നത്. രൂപാണിയുടെ സംസ്കാരം രാജ്കോട്ടയിൽ നടക്കും. വിവരങ്ങളുമായി അഹമ്മദാബാദിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്ത്, ഇപ്പോൾ മൃതദേഹം തിരിച്ചറിഞ്ഞു, DNA സാമ്പിളുകൾ വന്നു, ഇനി എങ്ങനെയാണ് നടപടിക്രമം? സേതുലക്ഷ്മി, ഇപ്പോൾ അല്പം മുമ്പ് 11:10 മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ വിജയ് രൂപാണിയുടെ DNA ഫലം പുറത്തു വന്നത്. അതോടുകൂടെ തന്നെ ആ ഫലം പുറത്തു വരികയും അത് അനൗൺസ് ചെയ്തത് ഗുജറാത്ത് ഹോം മിനിസ്റ്ററാണ്, ആഭ്യന്തരമന്ത്രിയാണ്. അത് കഴിഞ്ഞ് നേരെ ഋഷികേശ് പാട്ടേൽ, അതായത് ഗുജറാത്ത് ആരോഗ്യമന്ത്രി, മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്തെത്തുകയും മാധ്യമങ്ങളോട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അത് മുൻ മുഖ്യമന്ത്രിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് തന്നെ അത് സ്വദേശമായ രാജ്കോട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ സംസ്കരിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ വിഷ്വൽസ് കാണാൻ പറ്റും. ഇപ്പോൾ ആംബുലൻസ്, അതിനുവേണ്ടിയുള്ള ആംബുലൻസ് അവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. മൃതദേഹം കൊണ്ടുപോകാനുള്ള അതോടെ BJP നേതാക്കളും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നമ്മളെ വിഷ്വലിൽ ഇപ്പം കാണാം. ആംബുലൻസിന്റെ എൻട്രി ഭാഗത്ത് ആംബുലൻസ് നിർത്തിയിരിക്കുകയാണ്. ആ ആംബുലൻസിലായിരിക്കും മുൻ മുഖ്യമന്ത്രിയുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ അലഹബാദിലുള്ള വസതിയിലേക്ക് പോകുന്നത്. ഏതായാലും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ DNA ടെസ്റ്റ് വേഗത്തിലാക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് നടത്തിയതോടുകൂടിയാണ് ഇത് സംബന്ധിച്ച രൂപാനിയുടെ മൃതശരീരം തിരിച്ചറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഈ മൃതശരീരം പൊതുദർശനത്തിന് വസതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുപോലെ ഇന്ന് 324 ശരീര അവശിഷ്ടങ്ങളിൽ നിന്നാണ് രൂപാനിയുടെ മൃതശരീര ഭാഗങ്ങളും കൂടി കണ്ടെടുത്തത് എന്നാണ് സേതുലക്ഷ്മി നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ ഇനി കൂടുതൽ വേഗത്തിൽ DNA ടെസ്റ്റുകൾ പുറത്തേക്ക്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട വിജയ് രൂപാണി, അദ്ദേഹം 2016-21 കാലത്ത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹവും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അദ്ദേഹത്തിനും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ മൃതദേഹം DNA പരിശോധനാ സാമ്പിളുകൾ ലഭിച്ചിരിക്കുന്നു. മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു.